കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖീന ടിവിയുടെ സ്നേഹിതരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കഞ്ചിക്കോട്ടുള്ള പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് മെയ് മാസം 13-ാം തീയതി പരിശുദ്ധ അമ്മ ലോകത്തിന് മുഴുവനുമായി പ്രത്യക്ഷപ്പെട്ട് ഫാത്തിമയിൽ നൽകിയ പരിശുദ്ധ അമ്മയുടെ സന്ദേശം നാം ഒന്ന് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. മെയ് മാസം 13-ാം തീയതി പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വാർഷികമാണ്. അതുകൊണ്ട് ഇന്ന് ഫാത്തിമ മാതാവിൻ്റെ തിരുനാള് തിരുസഭ ആഘോഷിക്കുകയാണ്. ഫാത്തിമ മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊള്ളട്ടെ. പരിശുദ്ധ കന്യകാമറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് 1917 മെയ് മാസം 13-ാം തീയതി മുതൽ പിന്നീട് അങ്ങോട്ടുള്ള 6 മാസങ്ങളിലാണ് എന്ന് നമുക്കറിയാം. പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ പ്രത്യക്ഷപ്പെടലും ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളും ലോകം ഉള്ളിടത്തോളം കാലം പ്രസക്തമാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഫാത്തിമ സന്ദേശങ്ങൾ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നില്ല. അത് ഏത് കാലഘട്ടത്തിലും ഏറ്റവും പ്രസക്തമായി തന്നെ നിലകൊള്ളുന്ന സന്ദേശങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്തിലെ ഏറ്റവും നീണ്ട ദൈർഘ്യമേറിയ പ്രത്യക്ഷപ്പെടൽ മെജ്ജുഗറിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുകയാണ്, കഴിഞ്ഞ 144 വർഷം മെജ്ജുഗറിയിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം ഫാത്തിമ സന്ദേശങ്ങളുടെ തുടർച്ചയായി നാം തിരിച്ചറിയുകയാണ്. നിരവധിയായ സന്ദേശങ്ങൾ കഴിഞ്ഞ 144 വർഷമായി പരിശുദ്ധ അമ്മ മെജ്ജുഗറിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദേശങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ പരിശുദ്ധ അമ്മ 1917 മെയ് മാസത്തിൽ ഫാത്തിമയിൽ ആരംഭിച്ച ഈ സന്ദേശങ്ങളുടെ തുടർച്ചയാണ് മെജ്ജുഗറിയിൽ ഈ വർഷം മുഴുവനും പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ സന്ദേശങ്ങൾ ലോകം ഉള്ളിടത്തോളം കാലം പ്രസക്തമായി നിലനിൽക്കും എന്നുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ സന്ദേശങ്ങൾ നമുക്കറിയാം. നമ്മൾ വർഷങ്ങളായി ഈ സന്ദേശങ്ങളൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിൽ തന്നെ ഫാത്തിമ സന്ദേശങ്ങളുടെ ഒരു പരമ്പര, ഏതാനും എപ്പിസോഡുകൾ തന്നെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ സന്ദേശങ്ങളിൽ പങ്കുചേരുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഈ ഫാത്തിമ മാതാവിൻ്റെ ഈ തിരുനാൾ ദിവസം ഈ സന്ദേശങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തുകയും ഫാത്തിമയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ സ്നേഹത്തോടെ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരിക്കൽ കൂടി നമുക്ക് കോറിയിട്ടുകൊണ്ട് ആ സന്ദേശങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച്
ആ സന്ദേശങ്ങൾ നമുക്ക് സഞ്ചരിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് അമ്മ പ്രത്യക്ഷപ്പെടേണ്ട മക്കളെ സ്വർഗം ഒരുക്കുന്നതായി നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട 3 ഇടയ കുഞ്ഞുങ്ങൾക്കാണല്ലോ, ഫ്രാൻസിസ്കോ, ജസീന്ത, ലൂസി എന്ന 3 ഇടയ കുഞ്ഞുങ്ങൾ. ഇവർ ഒരു ദിവസം ആട് മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു പ്രകാശഗോളം അവർ കാണുകയാണ്. കാറ്റും മഴയും അന്നേരം ഉണ്ടാകുന്നു. അന്തരീക്ഷത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. മഴയും ഇടിയും മിന്നലുമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഈ ഇടയ കുട്ടികൾ അടുത്തുള്ളൊരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു വലിയ പ്രകാശഗോളം അവർ കാണുക. അവർ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഈ പ്രകാശഗോളം? ഇവിടെ ഇതുവരെ കാണാത്ത ഒരു പ്രതിഭാസമാണല്ലോ ഇത്. കുറെ കഴിഞ്ഞപ്പോൾ ആ പ്രകാശഗോളം ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങുന്നു, കടന്നു വരുന്നതായി അവർ കാണുകയാണ്. ഈ പ്രകാശഗോളം ഇവരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്നപ്പോൾ, അവരുടെ അടുത്തെത്തിയപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളും കാണുന്നു ഒരു സുന്ദരനായ യുവാവ് ഈ പ്രകാശഗോളത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു. ഒരു യുവാവാണ്. ഈ പ്രകാശഗോളത്തിലെ യുവാവിനെ കണ്ടപ്പോൾ ഇതുവരെ കാണാത്ത പ്രതിഭാസങ്ങളൊക്കെ ദർശിച്ച് മക്കൾ ഭയപ്പെടുകയാണ്. അപ്പോൾ ഈ യുവാവ് ഇവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ്. ഭയപ്പെടേണ്ട, ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഈ മാലാഖയുടെ സാന്നിധ്യത്തിൽ വലിയൊരു ദൈവ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മാലാഖ അപ്പോൾ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് കടന്നു ചെന്ന് മുട്ടുകുത്തി അവരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ദൈവത്തെ ആരാധിക്കുവാൻ ഈ മാലാഖ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥന ഇപ്രകാരമാണ്: എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ആരാധിക്കാത്ത മക്കൾക്ക് വേണ്ടിയും അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടിയും ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. കരുണയാകണമേ, കരുണയുണ്ടാകണം. ഈ പ്രാർത്ഥനയാണ് ഈ കുട്ടികളെ സമാധാനത്തിൻ്റെ മാലാഖ പഠിപ്പിച്ചത്. എപ്പോഴും പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ ദൈവത്തോട് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുവാൻ മാലാഖ ഇവരെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ആരാധിക്കാത്ത മക്കൾക്ക് വേണ്ടിയും അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടിയും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, കരുണയായിരിക്കണം. ഇപ്രകാരം ഈ പ്രാർത്ഥന ഒന്നിച്ച് ഈ കുട്ടികളുമായിട്ട് ചൊല്ലി മാലാഖ അപ്രത്യക്ഷമായി. പിന്നീട് 1916 വേനൽക്കാലത്ത് വീണ്ടും ഈ മാലാഖയുടെ ദർശനം ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചു. ഇതുപോലെ തന്നെ ഈ കുട്ടികൾ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ മാലാഖ കുട്ടികളുടെ അടുത്ത് വരികയും അവരോടൊന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മാലാഖ ഈ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ സമയങ്ങളൊന്നും പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇത് ഈ സമാധാനത്തിൻ്റെ മാലാഖയാണ് ഇവർക്ക് പ്രത്യക്ഷപ്പെടുക. മാലാഖയുടെ ഈ 3ാമത്തെ പ്രത്യക്ഷപ്പെടൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ കുട്ടികൾക്ക് നൽകിയത്. ഈ മാലാഖ പ്രത്യക്ഷപ്പെട്ടത് ഒരു കയ്യിൽ കാസയും
മറുകൈയിൽ കാസയുടെ മുകളിൽ തിരുവോസ്തിയും പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുശരീരത്തിൽ നിന്നും കാസയിലേക്ക് ഇറ്റിറ്റു വീഴുന്ന തിരുരക്തത്തുള്ളികൾ ഈ കുട്ടികൾ കാണുകയാണ്. ഈ മാലാഖ ഈ അന്തരീക്ഷത്തിൽ കാസയും തിരുരക്തത്തുള്ളികൾ വീഴുന്ന തിരുശരീരവും ഉയർത്തി നിർത്തി ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കുക. ദിവികാരുണ്യത്തിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മാലാഖ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഞാൻ അങ്ങയെ ഹൃദയപൂർവ്വം ആരാധിക്കുന്നു. അങ്ങയ്ക്കെതിരെ നിന്ന എതിർപ്പ്, സ്നേഹമില്ലായ്മ തുടങ്ങിയവ വഴിയായി ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ലോകത്തിലെ സകല സക്രാരികളിലും വസിക്കുന്ന യേശുവിൻ്റെ അമൂല്യമായ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും അസംഖ്യമായ യോഗ്യതകളെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ യാചിക്കുന്നു. ഇതാണ് സമാധാനത്തിൻ്റെ മാലാഖ ഉയർത്തു നിർത്തിയ ദിവികാരുണ്യത്തിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഈ പ്രാർത്ഥന 3 പ്രാവശ്യം മാലാഖ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം മാലാഖ തിരുശരീരവും തിരുരക്തവും എടുത്ത് ഈ കുട്ടികൾക്ക് ദിവ്യകാരുണ്യം നൽകുകയാണ്. വലിയ ദൈവിക ഇടപെടലിലൂടെ, അനുഭവത്തിലൂടെ കുഞ്ഞുങ്ങൾ കടന്നു പോവുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ദിവ്യകാരുണ്യം നൽകിയ സമാധാനത്തിന്റെ മാലാഖ ഇവരോട് പറഞ്ഞു, മനുഷ്യൻ യേശുക്രിസ്തുവിനെതിരായി ചെയ്യുന്ന ഭീകരമായ പീഡകൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുക. മനുഷ്യൻ ചെയ്യുന്ന, ഈശോയ്ക്കെതിരായി ചെയ്യുന്ന ഭീകരമായ പീഡകൾക്ക് പരിഹാരമായി ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുക. മനുഷ്യന്റെ ദിവ്യകാരുണ്യത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി ഇത് കാഴ്ചവെക്കുക എന്നും പറഞ്ഞാണ് മാലാഖ ഈ കുട്ടികൾക്ക് ഈ ദിവ്യകാരുണ്യം നൽകുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി ഞാൻ ഓർക്കുകയാണ് വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞ ഒരു കാര്യം. വിശുദ്ധ ഡോൺ ബോസ്കോ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരോടും പ്രദേശത്തോടും കുട്ടികളോടും പറയുമായിരുന്നു, നിങ്ങൾ എപ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും അത് ചില നിയോഗങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കണം. ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേക ഒരു കാര്യം, ഒരു യുവാവിൻ്റെ ആത്മാവിനെ നേടുവാൻ ഡോൺ ബോസ്കോയ്ക്ക് ആഗ്രഹമുണ്ടായ സമയങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ചില യുവാക്കളെ കുറിച്ചുള്ള ആകുലത, ആ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോവുകയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ഡോൺ ബോസ്കോ പറയുമായിരുന്നു മറ്റു കുട്ടികളോട്, നിങ്ങൾ 9 ദിവസം വിശുദ്ധ കുർബാന മധ്യേ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈ ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ വിശുദ്ധ കുർബാനകൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും, വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ വിവിധ നിയോഗങ്ങൾ ആ സമയം സമർപ്പിച്ച് ഈശോയുടെ തിരുശരീരങ്ങൾ സ്വീകരിച്ച് കാഴ്ചവെക്കണമെന്ന് വിശുദ്ധ ഡോൺ ബോസ്കോ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുക, ഇതാണ് സമാധാനത്തിന്റെ മാലാഖയും കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഈശോയുടെ തിരുശരീര രക്തത്തിനുമെതിരായി മനുഷ്യൻ ചെയ്യുന്ന ഭീകരമായ പീഡനങ്ങൾ, പാപങ്ങൾക്ക് പരിഹാരമായി ഈശോയുടെ തിരുശരീരവും രക്തവും സ്വീകരിച്ച് നിങ്ങൾ കാഴ്ചവെക്കുവാൻ ഈ മാലാഖ കുട്ടികളോട് പറയുമ്പോൾ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം ഇതുതന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയോട് ചേർത്ത് നമ്മൾ കാഴ്ചവെക്കുമ്പോൾ
അത് ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ അമൂല്യമായ യോഗ്യതയാൽ കർത്താവിൻ്റെ വലിയൊരു ഇടപെടൽ ഈ നിയോഗങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ബോധ്യമാണ് ഈ തിരുനാൾ ദിവസം ദൈവം നമുക്ക് നൽകുക. പ്രത്യേകിച്ചും ഈശോയുടെ തിരുശരീര രക്തങ്ങൾക്ക് എതിരായി, ഈശോയ്ക്കെതിരായി, ദിവ്യകാരുണ്യത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന ഭീകരമായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ തിരുശരീരത്തങ്ങൾ ഓരോ വിശുദ്ധ ബലിയിലും സ്വീകരിച്ച് കാഴ്ചവെക്കുവാനുള്ള വലിയൊരു ബോധ്യമാണ് ഈ തിരുനാൾ ദിവസം ദൈവം നമുക്ക് നൽകും. ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദൈവിക അനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് സ്വീകരിക്കുവാൻ മാലാഖ ഈ കുഞ്ഞുങ്ങളെ ഒരുക്കുകയാണ്. ഇപ്രകാരം ഈ കുഞ്ഞുങ്ങൾ ആത്മീയമായി ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ 1917 മെയ് മാസം 13-ാം തീയതി സ്വർഗത്തിൻ്റെ കന്യക, യേശുവിൻ്റെ അമ്മ, സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ കന്യക മറിയം തന്നെ ഈ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുകയും ഞാൻ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ് എന്നും പറഞ്ഞാണ് പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതും ഇതുപോലെയുള്ള ഈ 3 കുട്ടികളും ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്കറിയാം, അമ്മയുടെ കയ്യിൽ ഒരു ജപമാല തൂങ്ങിക്കിടന്നു. അതുകൊണ്ട് ഫാത്തിമയിലെ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ള സന്ദേശം. അമ്മയുടെ പാദങ്ങളെല്ലാം മേഘങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. വളരെ വ്യത്യസ്തമായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലാണ് ഫാത്തിമയിൽ സംഭവിച്ചത്. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞു, മക്കളെ, ഞാൻ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ്. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ആദ്യം ഭയപ്പെട്ടു പോയെങ്കിലും പിന്നീട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വലിയ സാന്ത്വനത്തിൻ്റെ, ഒരു മാതൃസ്നേഹത്തിൻ്റെ വലിയ സാന്നിധ്യമായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. എൻ്റെ മക്കളോട് അമ്മ പറഞ്ഞു, മക്കളെ, ഞാൻ എല്ലാ മാസവും 13-ാം തീയതി, ഇനി അടുത്ത 6 മാസത്തേക്ക് ഇവിടെ വരും. ഞാൻ അടുത്ത 6 മാസത്തേക്ക് എല്ലാ മാസവും 13-ാം തീയതി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റുമോ? ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വരും. വലിയ സന്തോഷമായി അവർക്ക്. 7, 8, 9 വയസ്സ് മാത്രമുള്ള കുട്ടികളായിരുന്നു ജെസിന്തയും ഫ്രാൻസിസും ലൂസിയും. അവർക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഫാത്തിമയിൽ. അവർ പറഞ്ഞു, ഞങ്ങൾ അമ്മയുടെ കാണാൻ എല്ലാ മാസവും 13-ാം തീയതി വരും. അങ്ങനെ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ ആ വലിയ മാതൃസ്നേഹം അവരുമായി പങ്കുവെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ അപ്രത്യക്ഷയാവുകയാണ്. പിന്നീടുള്ള 6 മാസങ്ങളിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് വലിയ, ഇന്നും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മാറ്റിവെക്കാനാവാത്ത സന്ദേശങ്ങളാണ് പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങളോട് ലോകത്ത് നൽകിയത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നും പരിശുദ്ധ അമ്മയുടെ വിവിധ സ്ഥലങ്ങളിൽ കാണുന്ന പ്രത്യക്ഷപ്പെടലുകൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാത്തിമ സന്ദേശങ്ങൾ 4 നമുക്ക് സംഗ്രഹിക്കാം. പ്രധാനമായി 4 ഫാത്തിമ സന്ദേശങ്ങൾ നമുക്ക് ഫാത്തിമ സന്ദേശങ്ങളെ 4 സംഗ്രഹിക്കാം. 1 പരിശുദ്ധ അമ്മ പറഞ്ഞു. ഒന്നാമതായി തന്നെ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപാട് പാപികൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ സന്ദേശങ്ങൾ ഒന്നാമത്തെ സന്ദേശമാണ്, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. നമ്മുടെ ആത്മാക്കളെ മാത്രം നമ്മൾ രക്ഷിച്ചാൽ പോരാ. ഈ ലോകത്ത് നമ്മളറിയാത്ത, ഈശോയിലേക്ക് കടന്നു വരാത്ത, ഈശോയിലേക്ക് കടന്നു വന്നിട്ടും പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹം, അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹം, എൻ്റെ ആത്മാവിനെ രക്ഷിക്കുന്ന പോലെ തന്നെ ഇവരുടെ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള വലിയൊരു ദാഹം
നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ സന്ദേശം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ദാഹം ഉണ്ടായാൽ മാത്രം പോരാ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. പാപികൾ ഒന്നാമനാണ് ഞാനെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ എൻ്റെ മാനസാന്തരം, അപ്പോൾ എന്നോടൊപ്പമുള്ള സകല പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുക. ഈ രണ്ടാമതായി പരിശുദ്ധമ്മ പറഞ്ഞ, മക്കളെ, ഈ ദൈവത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് നിങ്ങൾ പരിഹാരം ചെയ്യണം. ഫാത്തിമയിലെ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. ദൈവത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പരിത്യാഗം ചെയ്യണം. പരിഹാരം എന്തിന്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതിനും ചെയ്യണം. ദൈവത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങൾക്കും എതിരായി പരിഹാരം ചെയ്യണം. ഓരോ പാപവും, മനുഷ്യൻ്റെ പാപങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം. മനുഷ്യന്റെ പാപങ്ങളാൽ വേദനിക്കപ്പെടുന്ന തമ്പുരാന് ആശ്വാസമായി എൻ്റെയും ലോകം മുഴുവനുമുള്ള മനുഷ്യൻ ദൈവത്തിനെതിരെ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ, പരിത്യാഗം ചെയ്യുവാൻ പരിശുദ്ധ അമ്മ മെഡ്ജുഗോരിയിൽ നമ്മോട് ആവശ്യപ്പെടും. ഇനി മൂന്നാമതായി അമ്മ പറയുന്ന, മക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിവിധ രീതിയിലുള്ള സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഈ സങ്കടങ്ങളും വേദനകളും സഹനങ്ങളും ഒക്കെ നിങ്ങൾ പാഴാക്കി കളയാതെ ആദ്യത്തെ രണ്ട് നിയോഗം, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ദൈവത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായും നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും സഹനങ്ങളും കാഴ്ചവെച്ച് അവ കൃപയാക്കി മാറ്റണം. മെഡ്ജുഗോരിയിലെ മൂന്നാമത്തെ സന്ദേശമാണ്. നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കെല്ലാവർക്കും സഹനങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും വേദനകളുണ്ട്, നമുക്കെല്ലാവർക്കും നൊമ്പരങ്ങളുണ്ട്. നമ്മുടെ നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളും സാധാരണ പാഴായി പോവുകയാണ്. അമ്മ പറയുക, നീ ക്രൈസ്തവനാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് നിന്റെ സഹനങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ അതെല്ലാം അനുഗ്രഹമായി മാറും. അത് ബോധപൂർവ്വം നമ്മൾ കാഴ്ചവെച്ച് അനുഗ്രഹമാക്കി മാറ്റണം. അമ്മ പറയുക, എന്നിട്ട് ഈ സഹനങ്ങളെല്ലാം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ദൈവത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായും നമ്മൾ കാഴ്ചവെക്കണം. അനുദിന സഹനങ്ങൾ. അതുകൊണ്ടാണ് ഈശോ പറയുക, നീ നിന്റെ അനുദിന കുരിശും എടുത്ത് എന്നെ അനുഗമിക്കുക. കുരിശുകൾ പാഴാക്കി കളയരുത്, അത് അനുഗ്രഹമാക്കി മാറ്റണം. ഇങ്ങനെ കാഴ്ചവെച്ച് ഇനി നാലാമത്തെ പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ്, മക്കളെ, നിങ്ങൾ ജപമാല എന്ന ആയുധമെടുത്ത് നിരന്തരം മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാലയിൽ നിങ്ങൾ ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന സാത്താന്റെ കോട്ടകൾ തകർക്കുന്ന പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് നിരന്തരം മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. പരിശുദ്ധ അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ പ്രിയപ്പെട്ടവരെയും വരിഞ്ഞു മുറുക്കുന്ന തിന്മയുടെ സകല സ്വാധീനങ്ങളെയും തകർക്കുന്ന ദൈവത്തിൻ്റെ ആയുധമാണ് പരിശുദ്ധ ജപമാല എന്ന് പരിശുദ്ധ അമ്മ ലോകം മുഴുവനും ആവർത്തിച്ചപ്പോൾ ഫാത്തിമയിലൂടെയാണ് അമ്മ ഇതിൻ്റെ പ്രാധാന്യം ആദ്യമായി നമുക്ക് പങ്കുവെച്ച് നൽകുക. അത്ര ശക്തിയോടുകൂടി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരിക. ജപമാല പ്രാർത്ഥന. ഒരു ജപമാല ചൊല്ലിയതുകൊണ്ട് തൃപ്തരാകരുത്, 2 ചൊല്ലിയതുകൊണ്ട് തൃപ്തരാകരുത്, 3 തൃപ്തരാകരുത്, 4 തൃപ്തരാകരുത്. എത്രമാത്രം ചൊല്ലാമോ അത്രമാത്രം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയെ വിളിക്കണം. നമ്മളെപ്പോഴും ജപമാല ചൊല്ലുമ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് ജപമാല ഏൽപ്പിച്ചു കൊടുക്കുക. അമ്മയുടെ പ്രാർത്ഥനകളിലൂടെ നമ്മളും നമ്മുടെ പ്രാർത്ഥനകൾ ചേർത്ത് വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അവിടെയാണ് ജപമാല പ്രാർത്ഥനകളിലൂടെ സ്വർഗം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നത്. ഇനി 5-മതായി
പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ, നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നിങ്ങൾ മറക്കരുത്. മെജ്ജുഗുരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലം മെജ്ജുഗുരയിലെ വിഷ്ണുമാരെ കാണിച്ചതുപോലെ ഇതിനു മുൻപ് ഫാത്തിമയിലെ വിഷ്ണുമാരെയും ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഭീകരതകൾ പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുക്കുകയുണ്ടായി ദർശനത്തിലൂടെ. അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ എല്ലാ ദിവസവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഉറങ്ങാൻ പോകരുത്. ഈ സന്ദേശങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാം. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ മാതാവിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അമ്മയിലൂടെ സ്വർഗത്തെ മഹത്വപ്പെടുത്തുവാനും സ്വർഗം ആഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയോട് നൽകപ്പെട്ട ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് അനേകം ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടുന്ന മിഷണറിമാരായി മാറുവാൻ ഈ തിരുനാൾ ദിവസം നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അതിനായി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നാം എല്ലാവരും എന്നും എപ്പോഴും ഉണ്ടായി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.